നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 29 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബസമേതം മംഗളകർമ്മങ്ങളിലും ശുഭ ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്ന വിശേഷപ്പെട്ട ദിവസമാണിത്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും അപ്രതീക്ഷിതമായ വലിയ ഭാഗ്യാനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സർക്കാർ ജോലിക്ക് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് അർഹതപ്പെട്ട നല്ല തൊഴിലവസരങ്ങൾ തേടിയെത്തും. സർക്കാർ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിച്ചവർക്ക് അത് അനുകൂലമായി ലഭിക്കാൻ യോഗമുണ്ട്. ബിസിനസ്സിൽ മികച്ച പുരോഗതിയും നിയമപരമായ കാര്യങ്ങളിൽ വിജയവും കൈവരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചെറിയ ശ്രദ്ധക്കുറവ് പോലും അനാവശ്യ ആരോപണങ്ങൾക്കും മനപ്രയാസങ്ങൾക്കും കാരണമായേക്കാം. എന്നതിനാൽ വാക്കുകളിലും പ്രവൃത്തികളിലും പൂർണ്ണമായ സൂക്ഷ്മത പുലർത്തുന്നത് നന്നായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അപ്രതീക്ഷിത ധനനഷ്ടങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ വേണം. വാത കഫ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അലർജി പ്രശ്നങ്ങൾ എന്നിവ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം കരുതലെടുക്കുക. ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട ചില ഔദ്യോഗിക നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ മേഖലയിൽ മികച്ച അംഗീകാരങ്ങളും പ്രശംസകളും തേടിയെത്തുന്ന ദിവസമാണിത്. ഇത് പുതിയ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം നൽകും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങും. തൊഴിൽ വിജയത്തോടൊപ്പം സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ശാരീരികമായ ചെറിയ അസ്വസ്ഥതകളോ സുഖക്കുറവോ അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. കുടുംബാംഗങ്ങളുമായോ പ്രിയപ്പെട്ട ബന്ധുക്കളുമായോ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹങ്ങൾക്കോ മുതിരാതെ സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ശുഭദിനമാണിത്. നല്ല ഭക്ഷണസുഖം, മനസുഖം, ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ വിജയം എന്നിവ അനുഭവത്തിൽ വരും. സാമ്പത്തിക ലാഭത്തോടൊപ്പം നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയും ഇന്ന് ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ പങ്കാളിയുമായോ സന്താനങ്ങളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താലും തിരികെ മോശം കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ ഇടപെടലുകളിൽ മിതത്വം പാലിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദീർഘകാലമായി അകൽച്ചയിലോ ശത്രുതയിലോ ആയിരുന്നവർ പിണക്കങ്ങൾ മാറി ഒന്നാകാൻ വലിയ സാധ്യത കാണുന്ന ആശ്വാസകരമായ ദിവസമാണിത്. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രശസ്തിയും ധനലാഭവും വർദ്ധിക്കുന്നതിനൊപ്പം സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഒത്തൊരുമയും സമാധാനവും നിലനിൽക്കുന്ന ദിവസമാണിത്. രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും നിയമപരമായ തർക്കങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. ഭവനത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും. ശത്രുദോഷങ്ങൾ മാറി സാമ്പത്തിക ഉന്നതിയും പ്രശസ്തിയും തേടിയെത്തും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ഭക്ഷണകാര്യത്തിലും ആരോഗ്യത്തിലും പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തൊഴിൽ രംഗത്തെ വെല്ലുവിളികളെ കൃത്യമായ പ്ലാനിങ്ങോടെ നേരിടുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല നിയന്ത്രണം പാലിക്കുന്നത് ഗുണം ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും അല്പം വർദ്ധിക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. അമിതമായ ആഡംബര പ്രിയത്വം കാരണം അനാവശ്യ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആരോഗ്യക്കുറവ് അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ മാനസികമായും ശാരീരികമായും മുൻകരുതലുകൾ എടുക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.